കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ചുരിദാറിന്റെ സെക്ഷനാണ്. നമുക്ക് ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു പിങ്ക് മിക്സ് ആയിട്ടുള്ള റെഡ് കളർ ആട്ടോ. ഭയങ്കര റെഡ് അല്ല, പിങ്ക് കൂടിയിട്ടുള്ള ഷെയ്ഡാണ്. ഡാർക്കർ ഒനിയൻ പിങ്കും ഒരു ലൈറ്റ് പീച്ചൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള കളർ. ഇത് ശരിക്കും നല്ലൊരു ഷെയ്ഡാട്ടോ. അതിൻ്റെ ഭംഗി എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒരു വി അല്ല, ഒരു റൗണ്ട് തന്നെ ചെറുതായിട്ടൊരു ഓവൽ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. വിചിത്ര സിൽക്കാണ് ഫാബ്രിക് കേട്ടോ. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നതിൻ്റെ കൂടുതലും വിചിത്ര തന്നെയാണ് വരാറ്. ഈ ഒരു വർക്കുകൾ ഡിഫറെൻ്റ് ആയിട്ട്, വർക്കും ഡിഫറെൻറ്റ്, കളർ ചാർട്ടും ഡിഫറെൻ്റ് ആയിട്ട് എപ്പോഴും ഒത്തിരി ഐറ്റംസ് ഇതിൽ വരുന്നുണ്ട്. കാരണം അത്രയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മെറ്റീരിയലാണിത്. ഡെയിലി യൂസ് ചെയ്യാൻ ഒത്തിരി നല്ലൊരു ഐറ്റം ആട്ടോ. വാഷ് ചെയ്ത് ഉപയോഗിക്കാം. നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റമാണിത്. ബോട്ടം വിത്ത് ലൈനിങ് ആണ്. പിന്നെ നമ്പർ വരുന്നത് M458, റേറ്റ് 890. അപ്പോൾ ഇതിനകത്തെ ഷെയ്ഡ്സ് ഒക്കെ അടിപൊളിയാട്ടോ. നല്ല രസമുള്ള ഡാർക്കറായിട്ട് നിൽക്കുന്ന ഒരു ടോണാണിത്. ഗ്രേയുടെ തന്നെ നല്ല ഡാർക്ക് ഒരു ഗ്രേ ബ്ലാക്ക് കൂടിയിട്ടുള്ള ഷെയ്ഡാണ്. അതിനകത്ത് പീച്ചിൻ്റെ ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയാട്ടോ. എല്ലാ കളേഴ്സും നല്ല രസമുണ്ട് കാണാൻ. 4 ഷെയ്ഡ്സേ വരുന്നുള്ളൂ. നമുക്ക് നോർമൽ റൗണ്ട് അല്ല, കുറച്ചുകൂടെ ഭംഗിയാണ് ഇത് കാണാനായിട്ട്. പിന്നെ ദുപ്പട്ടയ്ക്കകത്തും ഇങ്ങനെ കുഞ്ഞായിട്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു സൈഡിൽ വീതി കുറഞ്ഞിട്ടുള്ള വർക്ക്, നല്ല ഭംഗിയുള്ള ഐറ്റം. പിന്നെ ദുപ്പട്ടയ്ക്ക് അകത്തൂടെ കുഞ്ഞു കുഞ്ഞു ഗ്രീൻ്റെ കോമ്പിനേഷനുള്ള വർക്കാണ്. പിന്നെ ബോട്ടം വിത്ത് ലൈനിങ് ഈ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. സാറ്റിൻ സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. പിന്നെ നമ്പർ വരുന്നത് M457, റേറ്റ് 890. അടുത്ത നല്ല എടുപ്പുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ്. നോർമൽ ഗ്രീൻ അല്ല, നമ്മുടെ രാമ ഗ്രീൻ്റെ ഒക്കെ കുറച്ച് ഡിഫറെൻറ്റ്. രാമ ഗ്രീനും അല്ല കേട്ടോ, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ഇതും രസമുള്ള ഷെയ്ഡ് തന്നെയാണ്. എല്ലാ കളേഴ്സും നല്ലതാണ്. പിന്നെ അതും പീച്ചിൻ്റെ കോമ്പിനേഷൻ തന്നെയാണ്. പിങ്കും പീച്ചോടെ ചേർന്നിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ബോട്ടം വിത്ത് ലൈനിങ് ഉണ്ട്. എല്ലാത്തിനും ബോട്ടം ലൈനിങ്ങും ഇൻക്ലൂഡ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു XXL മേലോട്ടൊക്കെ ഉള്ളവർക്കാവുമ്പോഴത്തേനും ലൈനിങ്ങിൻ്റെ അളവിൽ കുറച്ച് തികയാൻ പാടായിരിക്കും കേട്ടോ. അത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു 3.45 മിച്ചമൊക്കെ ആയിരിക്കും മൊത്തത്തിൽ വെച്ചിരിക്കുന്നത്. അപ്പം 4 മീറ്റേഴ്സ് മിച്ചം കാണത്തില്ല. അത്രയും ഒരു അഡ്ജസ്റ്റ് ചെയ്ത് മൊത്തത്തിൽ വെച്ചേക്കുന്നതുകൊണ്ട് കുറച്ച് കുറവായിരിക്കും. അത് തയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം കേട്ടോ. വണ്ണം ഉള്ളവർക്കാണെങ്കിൽ കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ ആദ്യം ബോട്ടത്തിന് എടുത്തിട്ട് ലൈനിങ് ഇല്ലെങ്കിൽ തികയുന്നില്ലെങ്കിൽ വേറെ എടുക്കേണ്ടി വരും കേട്ടോ. ഇതിൻ്റെ നമ്പർ M459, റേറ്റ് 890.